നമസ്കാരം. നമസ്കാരം. അമ്മയുടെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ ഒരുപാട് ഇൻസ്പയർ ചെയ്യും, ആത്മീയമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചു. അപ്പം അമ്മയെ പരിചയപ്പെടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പരിചയപ്പെടാനായിട്ട് വന്നായിരുന്നു. അമ്മ ഈ ആത്മീയമായിട്ട് മേഖലയിലേക്ക് എങ്ങനെയാ വന്നത് ഒന്ന് പറയാമോ? അതൊരു 10-20 വർഷം മുമ്പെയാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഒരു എന്താണെന്നറിയാത്തൊരു സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയും, ആ ഒരു ആയിട്ടാണ്. അതായത് ശരിക്കും ഒരു വിഷമം, എന്തിനാണെന്നറിയാത്തൊരു സങ്കടം അങ്ങനെ വരിക. അതുപോലെ ഞാൻ വിചാരിക്കുന്ന സമയത്ത് ഫാൻ ഓഫ് ആകുക, ലൈറ്റ് ഓൺ ആകുക, അങ്ങനെ ഓരോന്ന് സ്പെഷ്യലായിട്ടുള്ള ഓരോരോ കാണാൻ തുടങ്ങി. അപ്പോൾ അതിനെപ്പറ്റി എന്താണെന്ന് അന്വേഷിക്കേണ്ടിയിട്ട് ഞാൻ ഈ ആത്മീയത്തിലേക്ക് നടന്നതാണ്. അപ്പോൾ കുറേ പുസ്തകങ്ങളൊക്കെ വായിക്കാനും പിന്നെ ഹിമാലയമായിട്ട് ബന്ധപ്പെട്ട യോഗികളുടെ കഥയും അങ്ങനെയുള്ളതൊക്കെ വായിച്ച് അപ്പം കുറേ വായിക്കാൻ തുടങ്ങിയതാണ് എനിക്കത് മനസ്സിലായത്. ഞാൻ പിന്നെ ഈ ഒരു ദൗത്യത്തിനായിട്ട് ഭഗവാൻ എത്തിച്ച ആളാണെന്നത്. അപ്പം ഞാൻ അതിനായിട്ട് ശ്രമിച്ചു. ഇപ്പം അതാണ് അതിൻ്റെ ശേഷമാണ് എനിക്ക് ഈ പുസ്തകങ്ങൾ എഴുതാനൊക്കെ ഉള്ളൊരു സാധിച്ചത്. ശരി അമ്മ. അപ്പൊ അമ്മയ്ക്ക് ഫാമിലി സപ്പോർട്ടൊക്കെ എങ്ങനെയായി? ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്കിളുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? മാക്സിമം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ അവനവൻ സ്വയം ഉയരുവാൻ പറയും. അത് സപ്പോർട്ട് ചെയ്ത് ചെയ്തു കൊടുക്കണം. ശരിയാണ്. അങ്കിള് തന്നെയാണ് എനിക്ക് ബുക്ക് എഴുതാനും പിന്നെ ഇതിനൊക്കെയുള്ള ഇത് സാഹചര്യവും എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത്. പിന്നെ വീട്ടിലെ ഒരു ഇതും കൂടി പിന്നെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഉയരാൻ പറ്റും. സാധാരണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ആരും സപ്പോർട്ട് ഇല്ലാണ്ടായിപ്പോഴാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടായിപ്പോയത്. എന്തോ എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ ഹസ്ബൻഡും മക്കളും എല്ലാം എനിക്ക് നല്ല തുണയായിട്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെയാണ്. അതുകൊണ്ട് ഇതാക്കി. ഇത് ഹസ്ബൻഡ് ജയപ്രകാശ്, അദ്ദേഹം ആർമിയിൽ നിന്ന് റിട്ടയർഡ് ആയി വന്നതാണ്. പിന്നെ 2 പെൺമക്കളാണുള്ളത്. അവർ മൂത്ത മോള് കുവൈത്തിലും രണ്ടാമത്തെ മോള് കാനഡയിലും ഫാമിലിയായിട്ട് താമസിക്കുന്നുണ്ട്. അവർ അത്യാവശ്യം എഴുതുക പിന്നെ യൂട്യൂബ് ചാനൽ നടത്തുകയൊക്കെ ചെയ്യുന്ന കുട്ടികൾ തന്നെയാണ്. അവർക്കുണ്ട് എന്തൊക്കെ ഒരു ദൈവികമായ കലകളെല്ലാം അവരെ ഉണ്ട്. അതും കൂടി എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം ഞാൻ മാത്രമാണെങ്കിൽ എനിക്ക് ഇത്ര സപ്പോർട്ട് കിട്ടില്ല. അവർക്കൊക്കെ അവരുടെ ഉള്ളിലൊക്കെ ആ ഒരു ഇതുള്ളത് കൊണ്ട് പൊതുവെ എല്ലാവരിൽ നിന്നും എനിക്ക് 2 മക്കളിൽ നിന്നായാലും ഹസ്ബൻഡിൽ നിന്നായാലും നല്ല പിന്നെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം. അമ്മ സ്പിരിച്വലിന്റെ ഭാഗമായിട്ട് അമ്മ ഒരുപാട് തീർത്ഥയാത്ര അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ കുറേയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എങ്ങനെയോ ഒരു പിന്നെ ഋഷികേശ്, ഹരിദ്വാർ അതുപോലെയുള്ളത്. പിന്നെ നോർത്ത് സൗത്തായിട്ടുള്ള അറിയപ്പെടുന്ന ഒരുവിധ അമ്പലങ്ങളെല്ലാം ഞാൻ ഏത് സ്പിരിച്വൽ അവേക്കനിങ് തുടങ്ങിയ സമയത്ത് ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ അത്ര അങ്ങനെ പോകാൻ കാരണം മാക്സിമം ഞാൻ ഇവിടുന്ന് തന്നെ എൻ്റെ പ്രാർത്ഥനയെ പിന്നെ ആത്മീയമായിട്ടുള്ള ഈ ഒരു ഇത് എനിക്ക് ഈ വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം എവിടെ ഇരുന്നാലും അവിടെ ദൈവം ഉണ്ടെന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ തീർത്ഥയാത്രയ്ക്കൊന്നും വലിയൊരു പ്രാധാന്യം ഞാൻ കൊടുക്കുന്നില്ല. പക്ഷെ തുടക്കക്കാർക്ക് തീർത്ഥയാത്ര അത്യാവശ്യമാണ്. നമ്മളെ അറിയണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒറ്റയ്ക്കുള്ള യാത്രകൾ ആവശ്യം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് അറിയാൻ പറ്റൂ. പക്ഷെ എനിക്കൊന്നും അതില്ല. ഞാനിവരെ ഫാമിലി അടക്കം തന്നെ എല്ലായിടയും പോയിട്ട് ആക്കിയത്. പക്ഷെ നിങ്ങളെ പോലത്തെ ആൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് പോയിട്ട് എല്ലാ തീർത്ഥയാത്ര നടത്തുന്നതാണ് ഒന്നും കൂടി ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു അവസരം കിട്ടും. നമുക്ക് സ്ത്രീകൾ പൊതുവെ കുറവാണല്ലോ ഈ ആത്മീയ മേഖലയിലേക്ക് വരുന്നത് കുറവ്. അപ്പം ഇനി അങ്ങനെ താല്പര്യമുള്ളവർക്ക് അമ്മയ്ക്ക് തരാൻ പറ്റിയ എന്തെങ്കിലും അഡ്വൈസോ എന്തെങ്കിലും കാര്യങ്ങളുടെ ടിപ്സോ അങ്ങനെ ഉണ്ടോ? ഉണ്ട്. പിന്നെ അത് കാരണം ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അത് അത്രയും കോർട്ടിസോളൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ അത്രയും ഭഗവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരിലേക്ക് മാത്രം എത്തുന്നൊരു കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് വന്നവർക്ക് തീർച്ചയായും അവരത് ഫോളോ ചെയ്യുക തന്നെ വേണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതെന്താണെന്ന് മനസ്സിലാക്കാതെ അതിലേക്ക് കടക്കാതിരിക്കുമ്പോൾ അവർ കൂടുതൽ ഡിപ്രഷനിലേക്കും മെൻ്റൽ ഇതിലേക്കും ഇതായിക്കൊണ്ടിരിക്കുക ചെയ്യുക. അപ്പോൾ എന്തായാലും ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ദൈവമായിട്ട് അടുക്കാൻ പോവുക, മറ്റുള്ളവർക്ക് സഹായം. ഇതെല്ലാം ലോകത്തിന് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ള നിലയ്ക്ക്, അല്ലാണ്ട് നമുക്ക് ഒരാളെ വരേണ്ടിയിട്ടല്ല. നമ്മൾക്ക് ഒരാളെ വരേണ്ടിക്ക് നമുക്ക് എവിടെയെങ്കിലും പോയി ധ്യാനിച്ചിരുന്നാൽ മതി. പക്ഷെ നമ്മൾ ഈ പുസ്തകം എഴുതുക, പ്രഭാഷണം നടത്തുക, ഇതെല്ലാം ചെയ്യുന്നത് മറ്റുള്ളവർക്കൂടെ വരച്ചവിടെയും കണ്ടിട്ടാണ്. അപ്പം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റുള്ളവരും കൂടെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ലോകത്തിൻ്റെതായ ഒരു ഇത് കാണിക്കുക. അത്രേ, അതാ ഒരു സ്നേഹം, ലോകസ്നേഹം.
ലോകാ സമസ്ത സുഖിനോ ഭഗവന്തു എന്നല്ലേ, അതാണ് ഞാൻ കാണുന്നത്. അപ്പം ആത്മീയമായിട്ട് ഒരുപാട് ഇൻഫർമേഷൻസ് കൊടുക്കണമെന്ന് ഉള്ള ഒരു പ്രചോദനത്തോടു കൂടിയാണ് അമ്മ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത്. അതെ അതെ, കാരണം മറ്റുള്ളവരെ എത്തിക്കാൻ അത്ര കഴിയുന്നില്ല. കാരണം ഒന്നാമത് എൻ്റെ ബുക്സ് ഇറങ്ങിയെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് എല്ലാവർക്കും പറയുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി സിമ്പിളായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ ഇപ്പം ചാനൽ തുടങ്ങിയത് പ്രത്യേകം. കാരണം ആൾക്കാർക്ക് വായനേക്കാളും കൂടുതൽ ചാനലായിട്ടാണല്ലോ യൂട്യൂബ് ഇതുമായിട്ട് ബന്ധം വരുന്നത്, ഫോണൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ചാനൽ തുടങ്ങി. ആത്മീയ ജഗന്നാഥനിലൂടെ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം അതിന് അത് ആൾക്കാർ കാണാൻ സപ്പോർട്ട് ചെയ്യുക, അത്ര തന്നെ. അമ്മ ഡിവോഷണൽ സോങ്സ് ഒക്കെ എഴുതുന്നുണ്ട്, അതൊക്കെ സാഹചര്യം അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആത്മീയമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യങ്ങളാണ്. അതൊക്കെ ഒരുവിധം നന്നായിട്ട് യൂട്യൂബിലെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു ഇതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്, വേറെ ഒന്നുമല്ല. എല്ലാ ആത്മീയത്തിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു ഇത്, അതിനാണ് ഞാൻ പുസ്തകം എഴുതിയത്. പിന്നെ പുസ്തകം എല്ലാം ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അതൊക്കെ വളരെ വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതെ അതെ, കാരണം ജ്ഞാനം വിൽക്കേണ്ടതല്ല, അതൊരു ബിസിനസ്സായിട്ട് കാണരുത്. ഇപ്പം ഇന്നത്തെ കാലത്ത് കൂടുതൽ പേര് ആ ബിസിനസ്സായിട്ടാണ് കാണുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ബിസിനസ് എന്നുള്ള കാര്യത്തിലേക്കല്ല. ഞാൻ എനിക്ക് കിട്ടിയ അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞിട്ട് അവരും കൂടി ഒരു പിന്നെ ഇതായിട്ട് വരട്ടെ എന്ന് വിചാരിക്കുന്ന സ്പിരിച്വലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനതിന് പൈസയ്ക്ക് അത്ര ഞാനതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. എല്ലാവരിലേക്കും അത് ഇനിയും പുസ്തകം എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം കടാക്ഷിച്ചാൽ സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു തന്നതിനും അങ്ങനെ പരിചയപ്പെടാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷവും ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഭസ്മഭൂഷിത സർപ്പഹാരായ ഗംഗാധരാ ചന്ദ്രചൂഡാ, ഭസ്മഭൂഷിത സർപ്പഹാരായ ഗംഗാധരാ ചന്ദ്രചൂഡാ, പ്രഭോ ഹിമഗിരിവാസ ഗിരിജാവല്ലഭ ലോകനായക, നിൻ പാദങ്ങളിൽ സമർപ്പിതം മമ ജീവനം. ശംഭോ മഹാദേവ ശങ്കര പാഹി മാം, മൃത്യുഞ്ജയ ഹരി പാഹി മാം. അറിയുമോ കണ്ണാ നീ വിരഹിണി രാധയെ, മറന്നുവോ കണ്ണ പ്രണയ പരാജിതയായൊരീ രാധയെ. അറിയുമോ കണ്ണാ നീ വിരഹിണി രാധയെ, മറന്നുവോ കണ്ണ പ്രണയ പരാജിതയായൊരീ രാധയെ. ഹരനുടെ സുതനേ അയ്യപ്പ, ഹരിയുടെ സുതനേ അയ്യപ്പ, ഹരനുടെ സുതനേ അയ്യപ്പ.